നാസിസ്റ്റിക് മേഖലയിൽ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണല്ലോ താങ്കൾ. ആരാണ് നാസിസ്റ്റ് ഒന്ന് ചുരുക്കി വിശദീകരിക്കാമോ? നാസിസ്റ്റ് എന്ന് പൊതുവെ പറയുന്നത് സെൽഫിന് അമിതമായി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. അവരെ സംബന്ധിച്ച് അവർ കഴിഞ്ഞേ വേറൊന്നുള്ളൂ. മാത്രവുമല്ല, മറ്റുള്ളവരെ ഫീലിങ്ങോ വികാരമോ ഒട്ടും അവർ മനസ്സിലാക്കില്ല. നമ്മൾ പറയുകയാണെങ്കിൽ ലാക്ക് ഓഫ് എംപതി എന്ന് പറയും. അതുപോലെ ഗ്രാൻഡിയോസ് തോട്ട്സ് ഉണ്ടാവും. ഗ്രാൻഡിയോസ് എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ എന്തോ സംഭവമാണ്, എന്നെ എല്ലാവരും ബഹുമാനിക്കണം, എന്നെ പരിഗണിക്കണം എന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ടാവും. അപ്പം ഞാൻ എന്നുള്ളൊരു വാക്കിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വീട്ടിലോ കല്യാണ വീട്ടിലോ മറ്റോ പോയി കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് അറ്റൻഷൻ, എല്ലാവരും അവരെ പരിഗണിച്ചിരിക്കണം. അതിൽ രസം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇത് പുറത്ത് പറയണമെന്നില്ല, പുറത്ത് പ്രകടിപ്പിക്കില്ല, പക്ഷെ ഉള്ളിൽ അവരെ സംബന്ധിച്ച് എപ്പോഴും ഉണ്ടാവും. ഇതിനൊക്കെ പുറമെ അവരവരുടെ കാര്യം നേടാൻ വേണ്ടി മാനിപ്പുലേഷൻ നടത്തും. അതായത് കള്ളത്തരങ്ങൾ മെനയുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ തൻ്റെ ഭാഗത്താക്കുക, അങ്ങനെ പല രീതിയിലുള്ള മാനിപ്പുലേഷൻ അവർ നടക്കും. തൻ്റെ കാര്യം നേടാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന തന്ത്രശാലികളാണ് നാസിസ്റ്റ് എന്ന് ചുരുക്കി പറയാം. സാർ ഇപ്പോൾ ഒരുപാട് ട്രേറ്റ്സുകൾ അല്ലെങ്കിൽ എക്സാമ്പിൾസ് പറഞ്ഞല്ലോ. ഈ മുഴുവൻ ട്രേറ്റ്സ് ഒത്തുവരുന്ന ഒരാളാണ് ഒരു നാസിസ്റ്റ്, അല്ലെങ്കിൽ ഇതിൽ ചില ട്രേറ്റ്സ് മാത്രമുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരും നാസിസ്റ്റ് ആയിരിക്കുമോ? ഇതിൽ രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ നാസിസ്റ്റ് ട്രൈറ്റ് ഏകദേശം എല്ലാവർക്കും ഉണ്ടാവാം. ജനങ്ങളിൽ മൊത്തം എല്ലാവർക്കും നാസിസ്റ്റിൻ്റെ ചില ട്രൈറ്റ്, അപ്പോൾ ചില ഘട്ടങ്ങളിൽ ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്വഭാവവിശേഷണങ്ങൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ സത്യസന്ധത എന്ന് പറയുന്നത് ഒരു ട്രൈറ്റാണ്, കളവ് പറയുക എന്നുള്ളത് മറ്റൊരു ട്രൈറ്റാണ്, നിഷ്കളങ്കത ഒരു ട്രൈറ്റാണ്. അങ്ങനെയുള്ള ഒരുപാട് ട്രൈറ്റുകളുണ്ട്. 5000-ലധികം ട്രൈറ്റ് ഉണ്ടെന്നാണ് പറയാറ്. ഇതിൽ ചില ട്രൈറ്റ് സാധാരണ ആൾക്കാർക്കും ഉണ്ടാവും. ഉദാഹരണം പറയാം, ഇപ്പോൾ ചില ആൾക്കാരുണ്ട് തൻ്റെ തെറ്റ് അങ്ങനെ പെട്ടെന്ന് അംഗീകരിക്കില്ല. പക്ഷേ 1-2 ട്രൈറ്റ് ഉള്ളതുകൊണ്ടൊന്നും ഒരാളെ നാസിസ്റ്റായിട്ട് പരിഗണിക്കില്ല. ഒരുപാട് കാര്യങ്ങൾ ചേരുമ്പോഴാണ്, പ്രത്യേകിച്ച് ഇപ്പോൾ സിമ്പിളായി പറയുകയാണെങ്കിൽ അമിതമായ സെൽഫ് ഇമ്പോർട്ടൻറ്റ്, അതേപോലെ ലാക്ക് ഓഫ് എമ്പതി, മറ്റുള്ളവരുടെ വികാരങ്ങളോ ഫീലിങ്ങോ മനസ്സിലാക്കാതിരിക്കുക, അതേപോലെ തന്നെ മാനിപ്പുലേഷൻ നടത്തുക, ഗ്യാസ് ലൈറ്റിങ് നടത്തുക, പിന്നെ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യുക, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, അങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഒരുമിച്ച് ചേരുമ്പോഴാണ് നാസിസ്റ്റ് എന്ന് പറയുക. 1-2 കാര്യങ്ങളൊന്നും യോജിച്ചാലൊന്നും നാസിസ്റ്റ് എന്ന് പറയില്ല. മാത്രമല്ല സാധാരണ ആൾക്കാർ ചില ഘട്ടങ്ങളിൽ സെൽഫിഷ് രീതിയിൽ പെരുമാറും. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ടൊന്നും നമുക്ക് നാസിസ്റ്റ് എന്ന് പറയില്ല. അതായത് എപ്പോഴും തൻ്റെ ഭാഗം മാത്രമാണ് പ്രധാനപ്പെട്ടതെന്നും താൻ മാത്രമാണ് പ്രധാനപ്പെട്ട വ്യക്തിയെന്നും കരുതുന്ന ഒരു സാഹചര്യമുള്ള ഒരു വ്യക്തികളെയാണ് പൊതുവേ നമ്മൾ നാസിസ്റ്റ് എന്ന് പറയാറ്. അല്ലാതെ 1-2 ട്രൈറ്റ് ഉള്ളതുകൊണ്ടൊന്നും നമ്മൾ പറയാറില്ല. ഇപ്പോൾ ഒരാളൊരു നാസിസ്റ്റ് ആണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആരെയായിരിക്കും? അയാളുടെ ഭാര്യയോ അല്ലെങ്കിൽ പാർട്ട്ണറെയോ, അത് ഭർത്താവിനെയോ, അതല്ലെങ്കിൽ മാതാപിതാക്കളെയോ മക്കളെയോ, അല്ലെങ്കിൽ മറ്റാൾക്കാരോ, അത് കുടുംബക്കാരെയോ കൊളീഗ്സിനോ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ, ഇതിൽ ആരെയായിരിക്കും ഇത് കൂടുതലായിട്ടും ബാധിക്കാൻ സാധ്യത? ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന, കൂടുതൽ ഡിപ്പെൻഡൻ്റ് ആയ ആൾക്കാരെയാണ് ബാധിക്കുക. അത് ആരുമാവാം. പ്രത്യേകിച്ച് മാതാപിതാക്കൾ നാസിസ്റ്റ് ആണെങ്കിൽ മക്കളെ ഉറപ്പായിട്ടും ബാധിക്കും. കാരണം അവർ ആ രീതിയിലായിരിക്കും വളർത്തുക. ഇപ്പോൾ നമ്മൾ പൊതുവെ പറയാറുണ്ട്, നാസിസ്റ്റ് മക്കളെ വളർത്തുക 2 രീതിയിലാണ്: സ്കേപ്പ് ഗോട്ട് ഓർ ഗോൾഡൻ ചൈൽഡ്. സ്കേപ്പ് ഗോട്ട് എന്ന് പറഞ്ഞാൽ നല്ലോണം കുറ്റപ്പെടുത്തി അവഗണിച്ച് വളരെ ബുദ്ധിമുട്ടിച്ചിട്ട് വളർത്തും. അതേസമയത്ത് ഗോൾഡൻ ചൈൽഡ് എന്ന് പറഞ്ഞാൽ നാസിസ്റ്റ് എന്താണോ അതിനേക്കാൾ ഉയരത്തിലെത്താൻ വേണ്ടിയിട്ട് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കും. എല്ലാ വിധത്തിലും അവരെ ഇതേപോലെ, അതായത് നാസിസ്റ്റ് എന്താണോ അതേപോലെയാണ് അവർ വളർത്തുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തെറ്റൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലെത്തും. അപ്പോൾ അവരെ ബാധിക്കും. ഈ 2 കൂട്ടർ, സ്കേപ്പ് ഗോട്ട് ആണെങ്കിലും ഗോൾഡൻ ചൈൽഡ് ആണെങ്കിലും, പിന്നീട് അവർക്ക് ജീവിതത്തിൽ എന്തായാലും ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടാവുക. അതേപോലെ പാർട്ട്ണർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഭാര്യമാരെ ബാധിക്കും, അല്ലെങ്കിൽ ഭർത്താക്കന്മാർ ആരാണോ പാർട്ട്ണർ അവരെന്തായാലും ബാധിക്കും. പിന്നെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ കുറവാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ വിഷയം എന്ന് പറയുന്നത് ഒരു ബന്ധത്തിൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള കാലത്തോളാണ് ഇവർക്ക് ഇടപെടാൻ പറ്റുക. അപ്പോൾ ഫ്രണ്ട്സിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കമ്മിറ്റഡായ ഫ്രണ്ട്സ് കുറവായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നാസിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സുഹൃത്തിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ എളുപ്പമാണ്. പക്ഷേ മക്കൾക്ക് മാതാപിതാക്കളെ ഒഴിവാക്കാൻ സാധിക്കില്ല, തിരിച്ചും. അതേപോലെ ഭാര്യയ്ക്ക് ഭർത്താവിനെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ ബോസിനെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവിടുത്തെ ജോലിക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ജോലി ഒഴിവാക്കി പോവാം. അപ്പോൾ ആരാണോ കീഴിലുള്ള ആൾക്കാർ, ഡിപ്പെൻഡൻ്റ് ആയ ആൾക്കാർ, അവരാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. അത് ആരുമാവാം. ഓക്കെ, അപ്പോൾ നാസിസ്റ്റുകൾ സൗഹൃദം സൂക്ഷിക്കുന്നതിൽ ഏത് തരത്തിലുള്ള ആൾക്കാരായിരിക്കും? സാധാരണ രീതിയിലായിരിക്കും അതോ അതിലും അവരുടെ ഉപാധികളോ അല്ലെങ്കിൽ അവരുടെ ബെനിഫിറ്റ്സോ മാത്രം ഫോക്കസ് ചെയ്ത് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും? ചുരുക്കി പറഞ്ഞാൽ അവരാരെങ്കിലും സുഹൃത്താക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടിയേ തീരും. അതർവൈസ് അല്ലാത്ത പക്ഷം അവരാരും സുഹൃത്താക്കുകയില്ല. അതായത് ഒരാൾ തന്നിൽ ഒതുങ്ങുകയും തൻ്റെ ലെവലിൽ നിൽക്കുകയും ചെയ്യുമെന്ന് ഉറപ്പാണെങ്കിൽ മാത്രമേ അവരെന്ത് ചെയ്യും, സുഹൃത്താക്കി മാറ്റും. അല്ലാത്ത ഘട്ടത്തോളം അവരെന്ത് ചെയ്യും, ഒഴിഞ്ഞു മാറും. അതുകൊണ്ടാണ് നാസിസ്റ്റിനെ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ
സുഹൃത്തുക്കൾ ഉണ്ടാവില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും. ഉണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ കള്ളു കുടിക്കുന്ന ടീമാണെങ്കിൽ അങ്ങനെ ഒരു ടീം, ഏതെങ്കിലും ആവശ്യത്തിനാണ് അവരുടെ സുഹൃത്തുക്കൾ. മാത്രവുമല്ല ഈ സുഹൃത്തുക്കൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നാർസിസിസ്റ്റ് എന്ന് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ സുഹൃത്തുക്കൾക്ക് നല്ല രീതിയിൽ ചൂഷണം ചെയ്യാൻ സാധിക്കും. കാരണം ഇവർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൊക്കി കൊടുത്താൽ മതി. ഇവരെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ടൂർ പോകുകയാണെന്നുണ്ടെങ്കിൽ നീ വലിയ സംഭവമാണ്, നീ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ട്രിപ്പ് പോകാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പൈസ മൊത്തം ആ ടൂറിന് മൊത്തം ചിലവെടുക്കും. അപ്പോൾ ഇവരെ എങ്ങനെ പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ, ഗ്രാൻഡ്യോസുകൾ ആൾക്കാരൊക്കെ പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരിങ്ങനെ അതിനനുസരിച്ച് ഉയരുകയും ചെയ്യും. അപ്പോൾ യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായ, എല്ലാം തുറന്നു പറയുന്ന, എല്ലാം അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സുഹൃത്തുക്കൾ ഇവർക്ക് ഉണ്ടാവില്ല. ഇവരെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ, ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത തെറ്റുകളും ചൂണ്ടിക്കാണിക്കുമല്ലോ. അപ്പോൾ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? അപ്പോൾ ഒന്നോ ഇവരായിട്ട് തെറ്റിയിട്ട് അകന്നു പോകും, പിന്നീട് അവിടെ നിൽക്കില്ല. ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ വിമർശനം കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരല്ല. എന്ത് വിമർശനം കേട്ട് കഴിഞ്ഞാലും അവരത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അവരവിടെ നിന്ന് അപ്പം തന്നെ കഴിച്ചിലാവും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം കൊണ്ട് നല്ല സൗഹൃദം, നല്ല ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇവർ നന്നായി സംസാരിക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഗ്രാൻഡ്യോസ് നാർസിസിസ്റ്റ് പല ആൾക്കാർ നല്ല രീതിയിൽ സംസാരിക്കും. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഒരു സുഹൃത്താക്കി മാറ്റും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവരെല്ലാവർക്കും വേണ്ടപ്പെട്ട ആൾക്കാരായിരിക്കും. പൊതുവേ ഇവരെ പറ്റി പറയുന്നൊരു ഡയലോഗ് തന്നെയുണ്ട്, സ്ട്രീറ്റ് ഏഞ്ചൽ ഹൗസ് ഡെവിൾ എന്നാണ്. അതായത് പൊതുവെ സമൂഹത്തിൽ മാലാക പോലെ എല്ലാവർക്കും വേണ്ടപ്പെട്ട ആൾക്കാരായിട്ട് പരിഗണിക്കും. എന്നാൽ വീട്ടിൽ ഡെവിൾസ്, ഏറ്റവും അടുത്ത ആൾക്കാർക്ക് ഡെവിളായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്താന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഇവരെന്തൊക്കെ വലിയ എല്ലാവരും സുഖിപ്പിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും സുഖിപ്പിക്കുന്നതും. ഇവരെ സുഖിപ്പിക്കുന്ന സമയത്തൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. പക്ഷെ ആ ഫ്രണ്ട്ഷിപ്പ് എന്താ ഉണ്ടാവില്ല, ആഴത്തിലൊന്നും ആയിരിക്കില്ല. അപ്പം എനിക്ക് പലപ്പോഴും തോന്നിയത് രാഷ്ട്രീയക്കാരിൽ, നമ്മളെ പൊളിറ്റീഷ്യൻസ് അങ്ങനെ പറയാൻ പാടില്ല, എന്നാൽ പൊളിറ്റീഷ്യൻസിൽ നല്ലൊരു ശതമാനം നാർസിസിസ്റ്റ് ആൾക്കാർ ഉണ്ടാവാറുണ്ട്. പൊതുവെ അവർക്ക് ഈ പുകഴ്ത്തൽ വളരെ ഇഷ്ടവും അതേപോലെ അവരെ പുകഴ്ത്തുന്നതും വളരെ ഇഷ്ടമായതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടാവാറുണ്ട്. പല മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർ പ്രത്യേകിച്ച് പള്ളി കമ്മിറ്റികൾ, അമ്പല കമ്മിറ്റി, അങ്ങനെ വലിയ കമ്മിറ്റികൾക്ക് ഇവർ എളുപ്പത്തിൽ കയറി പറ്റും. അപ്പോൾ അവരെ സംസാരം കൊണ്ടും അവർക്ക് സ്വാധീനം കൊണ്ടൊക്കെ അവർ കയറി പറ്റും. എന്നാൽ ചുറ്റുമുള്ള ആൾക്കാർക്ക് തന്നെ ഇവരോട് ചില മതിപ്പില്ലായ്മ, ഇഷ്ടമില്ലായ്മയൊക്കെ ഉണ്ടാവും. എന്നാൽ ആരും ഇവരെ പറ്റി അത് പറയൂല, ഇവരുടെ മുഖത്ത് നോക്കി പറയൂല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ടുള്ള ഉപകാരം ഇല്ലാണ്ടായി പോകും. മാത്രമല്ല ചിലപ്പോൾ ഉപദ്രവം ഉണ്ടാവും. അപ്പോൾ ഇവരെ ആരെങ്കിലും സുഹൃത്താക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബെനിഫിറ്റ് കൊണ്ട് മാത്രമേ സുഹൃത്താക്കൂ. ഇപ്പോൾ നമ്മൾ സുഹൃത്താക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ബെനിഫിറ്റ് ഇല്ലാതെയും നമുക്കൊരു സന്തോഷത്തിന്, ഒരു ഇൻറ്റിമസിക്ക് വേണ്ടിയൊക്കെ സുഹൃത്താക്കും. മാത്രമല്ല അയാളെ കൊണ്ട് നമുക്ക് നേട്ടം മാത്രമല്ല, നമ്മളെ കൊണ്ട് അയാൾക്ക് നേടണമെന്നും അല്ലെങ്കിൽ ഉപകാരം ഉണ്ടാവണമെന്നും ആഗ്രഹിക്കും. പക്ഷേ ഗിവ് ആൻഡ് ടേക്ക്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഇവർക്ക് കിട്ടാൻ വേണ്ടി മാത്രമാണ് ചെയ്യുക. എന്നാൽ ബുദ്ധിപരമായ ഫ്രണ്ട്സ് എന്താക്കും, ഇവരെ കൊണ്ട് നല്ലോണം ചൂഷണം ചെയ്യും. ഞാൻ പൊതുവെ പറയാറുണ്ട്, ഒരു നാർസിസിസ്റ്റിനെ ഉപയോഗിക്കാൻ അറിയുന്നവർക്ക് നല്ലോണം യൂട്ടിലൈസ് ചെയ്യാം, അവരെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കാം. അപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിഷമമുണ്ട്, എന്നാലും പറയാം, നമ്മുടെ നാട്ടിലെ പല എഡ്യൂക്കേഷൻ ട്രസ്റ്റുകൾ, പല വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടായിട്ടുള്ളത് നാർസിസിസ്റ്റിനെ കൊണ്ടെന്ന് പറയേണ്ടി വരും. കാരണം അവരെ മൂച്ചിക്കയറ്റി അല്ലെങ്കിൽ അവരിങ്ങനെ പുകഴ്ത്തി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ വരാണെങ്കിൽ ഒരു ട്രസ്റ്റിൽ ഒരാൾ നാർസിസിസ്റ്റ് ഉണ്ട്. അപ്പോൾ അയാളെ പറ്റി പറയാണ്, നിങ്ങളെ കൊണ്ടാണ് നമ്മുടെ നാടിന് ഈ ഒരു പുരോഗതി ഉണ്ടായത്, നിങ്ങളില്ലെങ്കിൽ നമ്മളെ അവസ്ഥ എന്താകുമായിരുന്നു, നിങ്ങൾ ഇനിയും സപ്പോർട്ട് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അപ്പം തന്നെ ഒരു 5 ലക്ഷം ഉറുപ്പൊക്കെ വാഗ്ദാനം ചെയ്ത് കളയും. വാഗ്ദാനം മാത്രമല്ല, കൊടുത്തും കളയും. അപ്പം അങ്ങനെയുള്ള സംഗതി കൂടിയുണ്ട്. നേരെ മറിച്ച് ഒരു നേരത്തെ ഭക്ഷണം സ്വന്തം വീട്ടിൽ കൊടുത്തിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ ഫ്രണ്ട്സ് എന്ന് പറയുന്നതും ഇവരൊക്കെ കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മളെ മേലേക്കായിരിക്കും, ഉള്ളിലേക്കായിരിക്കില്ല. ആഴത്തിലുള്ളൊരു ഫ്രണ്ട്സോ ഒരു സപ്പോർട്ട് സിസ്റ്റമോ അവർക്ക് ഉണ്ടാവില്ല. അപ്പം നാർസിസ്റ്റുകൾ ഒരുപാട് ടൈപ്പ് ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ തന്നെ ലിബറൽ നാർസിസ്റ്റ് എന്ന് പറഞ്ഞൊരു വീഡിയോ സാറിന് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ലിബറൽ നാർസിസ്റ്റ് എന്ന് പറയുന്നത് തിരിച്ചറിയപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു തരക്കാരാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് സാറിന്റെ വീഡിയോ കണ്ടിരുന്നത്. അവരെ പറ്റി എന്താണ് സാറിന് പറയാനുള്ളത്? അതായത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ടൈപ്പ് നാർസിസ്റ്റ് ഉണ്ട്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയി വരുന്ന ആൾക്കാരാണ് ലിബറൽ നാർസിസ്റ്റ്. ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇനിയുള്ള കാലത്ത് ഉറപ്പാണ്, ഇനിയുള്ള ഒരു 10 വർഷം നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ലിബറൽ നാർസിസ്റ്റ് ആയിരിക്കും. ലിബറൽ നാർസിസ്റ്റ് എന്ന് പറയുമ്പോൾ അവർ നാർസിസ്റ്റ് ആണെന്ന് പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല. കാരണം നാർസിസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൺട്രോളിങ് ആണ്. ഏറ്റവും കൂടുതലുള്ള ആൾക്കാരെ ഇങ്ങനെ അമിതമായി ഇങ്ങനെ പിടിച്ചു വെക്കും. പക്ഷേ ലിബറൽ നാർസിസ്റ്റ് നേരെ തിരിച്ചാണ്. അതായത് എല്ലാ അവസരവും നൽകും. ഉദാഹരണം പറയാം, ഒരു ലിബറൽ നാർസിസ്റ്റ് തൻ്റെ ഭാര്യയോട് പറയും, നിനക്ക് ഇഷ്ടമുള്ള ബന്ധത്തിലേക്ക് പോയിക്കോ, ഞാനൊന്നും എതിർക്കൂല, നിനക്ക് എന്ത് വേണം ചെയ്തോ. ഇത് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താ അറിയോ? ഇത് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് പല സ്ഥലത്തും പല പെണ്ണുങ്ങളുടെ അടുത്തും പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഭാര്യ ആരടുത്തെങ്കിലും പോയി എന്ന് വിചാരിച്ചോ,
അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇയാൾക്ക് എത്ര അടുത്തും പോവാം. അപ്പോൾ പിന്നീട് ആരോപിക്കാൻ സാധിക്കില്ല. അതേപോലെ തന്നെ ഇവർ നന്നായി കള്ളൊക്കെ കുടിക്കും അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കും. പക്ഷെ ഭാര്യനോടും പറയും നീ ഉപയോഗിച്ചോ, അതിൽ തെറ്റൊന്നുമില്ല എന്ന് പറയും. ഒരു പ്രാവശ്യം ഭാര്യ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവരെ ട്രാപ്പിൽ വീണു. ഇപ്പോൾ ഇവർക്ക് എന്താക്കാൻ സാധിക്കും? ഇവർക്ക് എല്ലാവരോടും പറയാം, അതായത് ഇവൾ ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഈ അടുത്ത് ഒരുപാട് കേസ് എടുത്തിട്ടുണ്ട്. അതിലൊക്കെ പറയുന്നത് ഒരു പ്രാവശ്യമൊക്കെ വൈനൊക്കെ കുടിപ്പിക്കും. ഭാര്യമാർ ചിലപ്പോൾ നിർബന്ധത്തിന് വഴങ്ങി ടേസ്റ്റ് നോക്കും. അപ്പോൾ ഇവർ പറയുന്നത് അവളും കുടിച്ചിട്ടുണ്ട്, ഞാനും കുടിക്കുന്നുണ്ട്, അതിലിപ്പോൾ എന്താ തെറ്റ്? നമ്മൾ പരസ്പരം പറഞ്ഞ് സഹകരിച്ച് ഒരുപോലെ ഇഷ്ടപ്പെട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു ട്രാപ്പാണ്. പ്രത്യേകിച്ച് വൈഫ് സാപ്പിംഗ് ഒക്കെ ഇപ്പോൾ വളരെയധികം കൂടിയിട്ടുണ്ട്. വൈഫ് സാപ്പിംഗ് അത് പുറത്ത് വരുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിലൊക്കെ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ ഇവർ പറയും, ഭാര്യമാരോട് പറയും, നീ അങ്ങനെ ചെയ്യുന്നില്ല, എനിക്ക് തെറ്റൊന്നും തോന്നുന്നില്ല, അത് നമുക്ക് ഒരു പ്രശ്നമേ അല്ല എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ഭാര്യമാർ അതിൽ പ്രേരിപ്പിച്ച് ഇവർക്കും അങ്ങനെ ചെയ്യണം. അപ്പോൾ ഇവർക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭാര്യമാരെ സമ്മതം ഉണ്ടാവണമല്ലോ. അപ്പോൾ ഭാര്യമാരെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കും. അങ്ങനെ ആ രീതിയിൽ അവസാനം എന്ത് ചെയ്യും? വൈഫ് സാപ്പിംഗ് ഒക്കെ നടത്തും. ഈ അടുത്ത് നിങ്ങൾ വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ടാവും, ചാനലൊക്കെ വന്നിരുന്നു. ഒരു പെൺകുട്ടി തൻ്റെ ഭർത്താവ് തന്നെ ഇങ്ങനെ ഈ രീതിയിൽ കമ്പൽ ചെയ്യുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ, പലരും പറയൂല. അപ്പോൾ എന്നോട് തന്നെ ഈ വിഷയം പറഞ്ഞ പല സ്ത്രീകളും പുറത്തു പറയാൻ, അവരുടെ കേസ് പുറത്തു പറയാൻ അവർ ആഗ്രഹിക്കുന്നില്ല, പേരോ വിവരങ്ങളൊന്നും. അപ്പോൾ ഇതാണ് ലിബറൽ നാർസിസ്റ്റ്. അവർ വളരെ പൊളൈറ്റായിട്ട് വളരെ സൗഹൃദമായിട്ട് ഇടപെടുകയും എന്നാൽ അതിൻ്റെ ഇടയിൽ കൂടെ അവരെ സെൽഫിഷായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഈ അടുത്ത് ഏറ്റവും രസകരമായ ഒരു സംഭവം കൂടി പറയാം. ഒരു ചെറുപ്പക്കാരന് ഒരു ഇംഗ്ലീഷ് ലേഡിയെ ഇഷ്ടപ്പെട്ടു, ഒരു ബ്രിട്ടീഷ് ലേഡിയെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അങ്ങോട്ടേക്ക് പോകണം. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഭാര്യ ഒഴിവാക്കണം. ഭാര്യ ഒഴിവാക്കുന്നത് നമ്മളെ സാഹചര്യത്തിൽ പെട്ടെന്ന് സമ്മതിക്കൂല. ആരും സമ്മതിക്കൂല? രണ്ട് വീട്ടുകാരും സമ്മതിക്കൂല. അപ്പോൾ ഇയാൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അവളോട് പറയുന്നത് അവളെ എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ, അവൾക്ക് ഒരുപാട് വളരാൻ കഴിവുണ്ട്, അതിനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ അവളെ ഫ്രീ ആക്കി വിട്ട് കഴിഞ്ഞാൽ അവൾ വളരും. അപ്പോൾ ഞാനതുകൊണ്ട് പറയുന്നത് എന്നെ നീ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട, എന്നെ നീ ഒഴിവാക്കിക്കോ, നീ എന്നിട്ട് പോയിട്ട് നീ നിൻ്റെതായ രീതിയിൽ പല മേഖലകളിൽ ഉഷാറായിക്കുമെന്ന്. യഥാർത്ഥത്തിൽ നമ്മൾ വിചാരിക്കുന്നത് നല്ല കാര്യമല്ലേ പറയുന്നത്. കാരണം ഈ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇവളെവിടെ എത്തുന്നില്ല. സ്വാഭാവികമായിട്ട് ഓള് ഒറ്റയ്ക്ക് തനിച്ച് ജീവിക്കുകയാണെങ്കിൽ, തനിച്ച് പല കാര്യങ്ങളും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഉയരത്തിലെത്തൂലേ? അതല്ല ഉദ്ദേശം. ഡൈവോഴ്സായി പോയി കഴിഞ്ഞാൽ ബ്രിട്ടീഷ് പെൺകുട്ടീൻ്റെ അടുത്ത് പോവാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉദ്ദേശം വെച്ച് ഇവരെന്ത് ചെയ്യും? ഇവർ പല തന്ത്രങ്ങളും മെനയും. അപ്പോൾ പ്രത്യക്ഷത്തിൽ കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നാം എത്ര നല്ല മനുഷ്യർ, പക്ഷേ ഇവരെക്കാളും ദുരന്തമാർ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അതുപോലെ മറ്റു ടൈപ്പുകളെ പറ്റിയും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? മറ്റു ടൈപ്പുകൾ പ്രധാനമായും ഉണ്ടാകുന്നതൊന്നും മാലിഗ്നൻ്റ് നാർസിസ്റ്റാണ്. മാലിഗ്നൻ്റ് നാർസിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ ക്രൂരെന്നൊക്കെ പറയാൻ പറ്റുന്ന ടൈപ്പാണ്. അടിക്കും, നല്ലോണം അടിക്കും, സെക്സ്വൽ ഫിസിക്കൽ എല്ലാ അബ്യൂസും ചെയ്യും, നന്നായിട്ട് ചീത്ത വിളിക്കും, നന്നായിട്ട് ദേഹോപദ്രവം ചെയ്യും, അതേപോലെ ശാരീരികമായും സെക്സ്വലായിട്ടൊക്കെ അബ്യൂസ് ചെയ്യും. അപ്പോൾ ഇവരെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. കാരണം എന്ന് പറഞ്ഞാൽ എവിഡൻ്റ് ആണ്, തെളിവുണ്ട്. പ്രത്യേകിച്ച് അവർ അടിച്ചതിൻ്റെ തെളിവ് നമുക്ക് കാണിക്കാൻ പറ്റും, ചീത്ത വിളിച്ചതിൻ്റെ തെളിവ് ചിലപ്പോൾ മിക്കവാറും ഉണ്ടാവും. അപ്പോൾ മാലിഗ്നൻ്റ് നാർസിസ്റ്റ് പൊതുവെ ബുദ്ധി കുറവ് നമുക്ക് പറയാം, എന്നാൽ ഇമ്പൾസീവാണ്, ഭയങ്കരമായി എടുത്തുചാട്ടക്കാരും ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ടൈപ്പ്. മറ്റൊന്ന് എന്ന് പറയുന്നത് ഗ്രാൻഡിയോസ് ആണ്. ഗ്രാൻഡിയോസ് എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ സംഭവമാണെന്ന് പുറത്തും ഉള്ളിലും പറഞ്ഞു നടക്കും. ഉള്ളിൽ മാത്രമല്ല പുറത്തും പറഞ്ഞു നടക്കും. അവരെല്ലാവരോടും പറയും ഈ ബിൽഡിംഗ് കഴിപ്പിച്ച ഞാനാണ്, ഈ നാട്ടിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് ഞാനാണ്, ആ പ്രവൃത്തി ഞാനുള്ളത് കൊണ്ടാണ് നടന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യിച്ചത് ഞാനാണെന്ന് അങ്ങനെ പരസ്യമായിട്ട് പറയും. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു 10 മിനിറ്റ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയും SP സ്പെഷ്യൽ സ്വയം പുകഴ്ത്ത് നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുക തന്നെ ചെയ്യും. ഇനിയുള്ളൊരു കൂട്ടരാണ് കോവേർട്ട് നാർസിസ്റ്റ്. ഇവരെ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇവരുടെ ഐഡൻറ്റിറ്റി പുറത്ത് കാണിക്കില്ല. ഇവരുള്ളിൽ ഞാൻ ഭയങ്കര സംഭവമാണെന്ന് വിചാരിക്കുകയും പുറത്ത് അങ്ങനെ കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന ടീമാണ്. കാരണം ഇവർക്ക് ഒരു പ്രത്യേകത, ഇവർക്ക് കുറച്ച് അപകർഷത, എല്ലാ നാർസിസ്റ്റിനും അപകർഷത ബോധം ഉണ്ടാവും കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ ഇവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇവർ പലപ്പോഴും കുറച്ചും കൂടി ഷെയിമായിട്ട് കുറച്ചും കൂടി ഒന്ന് ഒതുങ്ങി നിൽക്കുന്ന ആൾക്കാരാണ്. എന്നാലും അവരുടെ ഉള്ളിലും ചിന്ത ഞാൻ തന്നെയാണ് വലുത്, എന്നെ പരിഗണിക്കണം എന്നുള്ള സംഗതിയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഭാര്യമാരൊക്കെ പരിഗണിച്ചില്ലെങ്കിൽ അവർ പരസ്യമായിട്ട് പരിഗണിച്ചില്ല എന്നും പറയൂല, പക്ഷേ ഇൻഡയറക്റ്റായിട്ട് സൂചിപ്പിക്കും നീ എന്നെ പരിഗണിക്കുന്നത് പോരാ എന്ന് പറയും. ഭർത്താവാണെങ്കിൽ കേട്ടോ, ഈ ഭാര്യമാർ മാത്രമല്ല ഭർത്താക്കന്മാർ എല്ലാം ഭർത്താക്കന്മാർ മാത്രമല്ല ഭാര്യമാരൊക്കെ നാർസിസ്റ്റ് ആവും. 2 ടൈപ്പും ഉണ്ടാവും. എന്നാൽ നമ്മളെ കേരളത്തിലെ കോണ്ടെക്സ്റ്റിൽ കാണുന്നത് കൂടുതൽ ആണുങ്ങൾക്കാണ് നാർസിസം കാണുന്നത്. അത് മാതാപിതാക്കളുണ്ടാവാം, മക്കളുണ്ടാവാം, ഭാര്യ ഭർത്താവ് ഉണ്ടാവാം, എല്ലാം ഉണ്ടാവാം. അപ്പോൾ ഈ കോവേർട്ട് നാർസിസ്റ്റ് എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവർ കുറച്ചും കൂടി ഉള്ളിലൊതുങ്ങിയ ടൈപ്പാണെന്ന് പറയാം. സാർ ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് നാർസിസ്റ്റിക്കിൽ ആണുണ്ടാവും പെണ്ണുണ്ടാവും. ഈ ഡിസോർഡറുള്ള ആൾക്കാരിൽ ആണുങ്ങളുണ്ടാവും പെണ്ണുങ്ങളുണ്ടാവും. അപ്പോൾ ഇതിലൊരു അമ്മ അല്ലെങ്കിൽ ഒരു മദർ നാർസിസ്റ്റ് ആയി കഴിഞ്ഞാൽ മക്കളെ അതേ രീതിയിലാണ് ബാധിക്കുക. അമ്മ നാർസിസ്റ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മക്കളെ 2 രീതിയിലായിരിക്കും അവർ വളർത്തുക. ഒന്ന് ഗോൾഡൻ ചൈൽഡ് അല്ലെങ്കിൽ സ്കേപ്പ് ഗോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ബലിയാട് എന്നൊക്കെ പറയൂലേ, അതായത് ശക്തമായി നെഗ്ലക്റ്റ് ചെയ്ത് അടിച്ച് കുറ്റപ്പെടുത്തി അവഗണിച്ച് വളർത്തും.
അപ്പോൾ അങ്ങനെയുള്ള മക്കളെ സംബന്ധിച്ച് ഉറപ്പായിട്ടും അവർക്ക് വല്ലാത്ത ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അപകർഷതാബോധം ഉണ്ടാവും, കോൺഫിഡൻസ് ഒട്ടും ഉണ്ടാവില്ല, ധൈര്യം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല, എപ്പോഴും ഒരു ഉൾവലിയുന്ന സ്വഭാവം ഉണ്ടാവും. അപ്പോൾ ഇവർ നാസിസ്റ്റ് ആവുമെന്ന് ചോദിച്ചാൽ ഇവർ നാസിസ്റ്റ് ആവാം. ഇവർ അമ്മയുടെ അതേ ട്രൈറ്റ് വരാം. അതേ സമയത്ത് ഇവർക്ക് വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവർ എല്ലാത്തും ഒതുങ്ങി ഇങ്ങനെ ജീവിക്കുന്ന അവസ്ഥയും ഉണ്ടാവാം. അപ്പോൾ ഇവരിൽ നല്ലൊരു ശതമാനം ആൾക്കാരും പിന്നീട് തിരിച്ചറിഞ്ഞ് ഈ അമ്മയിൽ നിന്ന് അകലം പാലിക്കുകയോ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കുകയോ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുകയോ ചെയ്യും. എന്നാൽ ചില ആൾക്കാർ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അതായത് ഈ അമ്മനെ പേടിച്ച് ജീവിക്കുന്ന, കാലാകാലം അമ്മയെ പേടിച്ച് ജീവിക്കുന്ന ഘട്ടം ഉണ്ടാവാം. പ്രത്യേകിച്ച് ഒരു ആൺകുട്ടിയാണെങ്കിൽ പിന്നീട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ഭാര്യയ്ക്ക് വരെ അമ്മയെ പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥ ഇയാളുണ്ടാക്കും. കാരണം ഇയാൾ എന്ത് ചെയ്യും, അമ്മ പറഞ്ഞ പോലെ ചെയ്യണം, അമ്മ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ തന്നെ അനുസരിക്കണം എന്ന് പറയുന്ന അവസ്ഥ. പല കുടുംബത്തിലും ഇങ്ങനൊരു സംഗതി വളരെ കൂടുതലാണ്. എന്നാൽ ഗോൾഡൻ ചൈൽഡാണെങ്കിൽ പെട്ടു തന്നെ പറയാം. ഗോൾഡൻ ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഈ അമ്മയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ ആരുതാവട്ടെ അവരുടെ പ്രിയപ്പെട്ട കുട്ടിയാണ്. എന്തും ചെയ്തു കൊടുക്കും. അതായത് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ഒരു ബുദ്ധിമുട്ട് അറിയിക്കാതായിരിക്കും വളർത്തുക. ചില ഘട്ടത്തിൽ ഗോൾഡൻ ചൈൽഡിനെ ഇവരുടെ ഭാവിയായിട്ട് കണക്കാക്കാം. ഇവർ നേടാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അത് നേടാനുള്ള ഉപാധിയായിട്ട് ആരെ കണക്കാക്കും, ഈ മക്കളെ കണക്കാക്കും. അപ്പോൾ അവരെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യും. ഇതിലൊരു വിഷയം എന്ന് പറയുന്നത്, ഒരാൾക്ക് 3-4 മക്കളുണ്ടെങ്കിൽ സ്കേപ്പ് ഗോട്ടും ഗോൾഡൻ ചൈൽഡും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഡിഫറൻസ് കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കും. അതായത് 2 രീതിയിൽ വളർത്തുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ 2 ആൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് ഒന്നും കൊടുക്കില്ല, മറ്റേ കുട്ടിക്ക് ഏറ്റവും നല്ല ഫുഡ് ഐറ്റംസ് തന്നെ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാവാം. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇങ്ങനൊരു ഡിഫറൻസ് കാണിക്കാം. പ്രത്യേകിച്ച് ചില വസ്തുക്കളൊക്കെ ഒളിപ്പിച്ച് കൊടുക്കും, ചില കാര്യങ്ങളൊക്കെ അവർക്ക് പ്രത്യേകം പ്രയോറിറ്റി കൽപ്പിച്ച് കൊടുക്കും. അതിന് ന്യായങ്ങളൊക്കെ ഉണ്ടാവും. അവൻ അങ്ങനെ ആയതുകൊണ്ടാണ്, അവൻ ഇങ്ങനെ ആയതുകൊണ്ടാണെന്നൊക്കെ പറയും. എന്നാലും നമുക്ക് തന്നെ മനസ്സിലാവും ഇത് ഗോൾഡൻ ചൈൽഡാണെന്ന് മനസ്സിലാവും. ഇതാണ് പൊതുവെ മക്കളോടുള്ള സമീപനം. അപ്പോൾ മക്കൾ ഗോൾഡൻ ചൈൽഡ് ആയി കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതേ നാർസിസിസ്റ്റ് ട്രൈറ്റ് അതേപോലെ വരും, നല്ല രീതിയിൽ വരും. അങ്ങനെ വരാത്ത ആൾക്കാരുണ്ട് കേട്ടോ. പിന്നീട് തിരിച്ചറിഞ്ഞ് എൻ്റെ മാതാവ് എന്നോട് ചെയ്തത് അവരെ ഒരു ഭാവിയായിട്ട് കണക്കാക്കിയതാണ്, ഇതല്ല യഥാർത്ഥത്തിൽ ലൈഫ് എന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ ഗോൾഡൻ ചൈൽഡും ഉണ്ട്. പക്ഷെ വളരെ അപൂർവമാണ്. മിക്ക ഗോൾഡൻ ചൈൽഡും ഇതേപോലെ നാർസിസിസ്റ്റ് ട്രൈറ്റ് വരിക തന്നെ ചെയ്യും. അതായത് നമ്മൾ പണ്ട് പറയുന്ന പോലെ ഡോക്ടറുടെ മകൻ ഡോക്ടർ, പോലീസിന്റെ മകൻ പോലീസ്, നാർസിസ്റ്റിന്റെ മകൻ നാർസിസ്റ്റ് എന്ന പോലെയും വരാം എന്നാണ് സാർ പറഞ്ഞത്. വളരെ കൂടുതലാണ്. കാരണം നാർസിസ്റ്റ് ആയ ഒരാളുടെ വിക്ടിം ആരാണോ വിക്ടിം പേടിക്കേണ്ട, ഉറപ്പായിട്ട് നിങ്ങൾ പേടിക്കണം. നിങ്ങൾ വിക്ടിമാണ് എങ്കിൽ നിങ്ങൾക്ക് ആ സ്വഭാവം വന്ന് ചേരാം. ചില സ്ത്രീകളൊക്കെ മരുമക്കളാണെന്നുണ്ടെങ്കിൽ അമ്മായിയമ്മ നാർസിസ്റ്റ് ആണെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കും. അപ്പോൾ അവരൊക്കെ പറയും എന്നോട്, എൻ്റെ ഈ അവസ്ഥ മാറണം, എൻ്റെ മക്കൾക്ക് ഞാൻ നല്ലൊരു അമ്മായിയമ്മ. ഞാൻ ഉറപ്പായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ കൃത്യമായി ഹീൽ ചെയ്തിട്ടില്ല, നിങ്ങളെ ഫ്രസ്ട്രേഷൻ, ഉള്ളിലുള്ള വിഷമം, പ്രയാസങ്ങളൊക്കെ നീക്കിയില്ലെങ്കിൽ നിങ്ങളെ മക്കൾ കല്യാണം കഴിപ്പിച്ചു കൊണ്ടുവന്ന പെണ്ണിനോടും നിങ്ങൾ ഇതേപോലെ പെരുമാറും. കാരണം അപ്പം എന്താ, ഈ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. എൻ്റെ അമ്മായിയമ്മ എനിക്ക് സ്വസ്ഥത തന്നിട്ടില്ല, ഫ്രീഡം തന്നിട്ടില്ല, സമാധാനം തന്നിട്ടില്ല, അപ്പോൾ ഇവൾ അനുഭവിക്കേണ്ട, എൻ്റെ മരുമകളും അനുഭവിക്കേണ്ട എന്നൊരു സംഗതി ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇവളെ അമ്മായിയമ്മ ട്രീറ്റ് ചെയ്ത് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവൾ ഹസ്ബൻഡിനോട് സമയം ചെലവഴിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, ബെഡ്റൂമിൽ പോകുന്നതോ ടൂറിന് പോകുന്നതോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ സഹിച്ചിട്ടാണ് ഇവർ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇവർ പിന്നീട് ഇവരെ മകൻ കല്യാണം കഴിഞ്ഞു, ആ പെണ്ണ് വന്നു, ആ പെണ്ണിൻ്റെ കൂടെ തൻ്റെ മകൻ യാത്ര പോകുന്നത് ഒരിക്കലും എന്താവില്ല, ഇഷ്ടപ്പെടില്ല. കാരണം എനിക്ക് കിട്ടാത്തത് ഇവർക്കും കിട്ടരുത് എന്ന്. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഇവർ പറയും, ഇവർ ചെറിയ പ്രായത്തിലൊക്കെ പറയും, എൻ്റെ മക്കൾക്കോ മരുമക്കൾക്കോ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഞാൻ ഉണ്ടാക്കൂല, അവർക്ക് എല്ലാ വിധത്തിലും ഞാൻ സ്വാതന്ത്ര്യം കൊടുക്കും. പക്ഷേ അണ്ടിയോട് അടുക്കുമ്പോൾ അതിൻ്റെ പുളി അറിയാമെന്ന് എന്ന് പറയുന്ന പോലെ അവരും മുതിർന്ന ആളാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതേ സ്വഭാവം റിപ്പീറ്റ് ചെയ്യുന്ന കാണാം. അതുകൊണ്ടാണ് പറഞ്ഞത് യു ആർ ദ വിക്ടിംസ് ഓഫ് വിക്ടിം. നിങ്ങൾ ഇരകളുടെ ഇരകൾ. ഇതൊരു പാറ്റേൺ ആയിട്ട് ഇങ്ങനെ തുടരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാർസിസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നാർസിസ്റ്റ് അടുത്ത തലമുറയെ ഉണ്ടാക്കും. അങ്ങനെ അടുത്ത തലമുറ അത് ചെയിനായിട്ട് കുടുംബം തന്നെ നാർസിസ്റ്റായിട്ട് മാറുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. അത് കൃത്യമായി മനസ്സിലാക്കി പൊളിച്ചില്ലെങ്കിൽ അത് തലമുറകൾ തന്നെ നീണ്ടുപോകുന്ന കാര്യം തന്നെയാണ്.